ഇതപ്പം അങ്ങനെ മുക്കി കഴിക്കണം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാനിപ്പൂരി റെസിപ്പിയാണ്. അതായത് നമ്മൾ കട്ട മീറ്റ ചട്നിയും പാനിപ്പൂരിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന മസാലകളൊക്കെ കാണിച്ചു കൊണ്ടാണ് ഈ വീഡിയോ. നമ്മുടെ ഈ പാനിപ്പൂരി പല ഭാഗത്തും പല ഫ്ലേവറിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പാനിപൂരി നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഊട്ടിയിൽ നിന്ന് കഴിച്ച അതേ ടേസ്റ്റിൽ തന്നെ ഈ പാനിപൂരി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതായത് 250 ഗ്രാമിൻ്റെ കപ്പിന് 2 കപ്പാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി റവ എടുത്ത ആ കപ്പിൻ്റെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. സാധാ നോർമൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ല കുഴഞ്ഞ് വന്നതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ഓയിലും കൂടി തേച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കുക. നല്ല മൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ടൊക്കെ ഇത് മൂടി വെച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് കട്ട മീറ്റ ചട്നിയിലെ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പുതിനയും ചപ്പും ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും 1 ഇഞ്ചി കഷ്ണവും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പുതിന നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാനിതൊരു അരിപ്പയിലേക്ക് അരിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഗ്രീൻ ചട്നിയിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം നല്ലോണം വറുത്ത് പൊടിച്ചിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇംലി ചട്നി, അതായത് പൊടിച്ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറുത്ത് പൊടിച്ച ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ പുളി. അത് നല്ലോണം പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോൾ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 2 ബെല്ല ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലോണം തിളച്ചിട്ട് നമ്മുടെ ശർക്കരയൊക്കെ അതിലൊന്ന് ലയിച്ച് ചേരട്ടെ. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരുമ്പോൾ കളറൊക്കെ ഒരു മാറ്റം വരും. ചെറുതായിട്ടൊരു ബ്ലാക്ക് കളറായി വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ ചെറിയൊരു പണിയുണ്ട്. നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഇംലി ചട്നി, അതായത് പുളിയുടെ ഈ ചട്നിയിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ 2 പാനികളുണ്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ നല്ലോണം ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അത് നമ്മൾ ചില്ലി ഫ്ലെക്സ് എന്നൊക്കെ പറയില്ലേ, അത്. അതുപോലെ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചപ്പ് അതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയുടെ മസാലയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഇതിലേക്ക് ചാട്ട് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ ആർക്കും ചാട്ട് മസാലിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. അത് നമ്മൾ കയ്യിൽ ഉണ്ടാവാനും സാധ്യത കുറവാണ്. ഇനി ചെറുതാക്കി അരിഞ്ഞ വലിയ ഉള്ളിയും ചെറുതാക്കി അരിഞ്ഞ ചപ്പും കൂടി മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്ന് നല്ലോണം സ്മൂത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഒന്നുകൂടെ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. കാരണം ഒന്നുകൂടെ പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു പീസിന് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. നല്ലോണം തിന്നാക്കിയൊന്നും പരക്കണ്ട, ചെറിയൊരു കട്ടിയുള്ള രീതിയിലായിരിക്കണം. ഞാൻ കാണിച്ചു തരാം. മാവ് നല്ലോണം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുപ്പിയുടെ മൂടിയോ അല്ലെങ്കിൽ ഇതേ ഒരു വലിപ്പത്തിലുള്ള ചെറിയ എന്തെങ്കിലും പാത്രമൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ കുഞ്ഞു പൂരികൾ ഉണ്ടാക്കാം. കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്.
എന്നാൽ നല്ല തിന്നായിട്ടുമില്ല, നല്ല കട്ടിയായിട്ടുമില്ല, ആ ഒരു ഷേപ്പിലായിരിക്കണം. ഇനി നമുക്കെല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൊരികളാക്കി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൂരികളൊന്നും മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത് കേട്ടോ. പൊടി തൂക്കിയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്കോ എന്തിലേക്കോ മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാ പൂരികൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൂരി ഇട്ട് കൊടുത്താൽ നമ്മൾ ചട്ടയും കൊണ്ട് നല്ലോണം ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ, എന്നാലും ഇത് നല്ലവണ്ണം പൊള്ളിച്ച് കിട്ടുകയുള്ളൂ. കണ്ടില്ല, നല്ലൊരു ബബിളായിട്ട് വന്നിട്ടില്ലത്. ഇപ്പോഴാണ് നമ്മുടെ പൂരി ആയത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആവണം. ഒരു ഏകദേശം ഒരു യെല്ലോ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യണേ, അത് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ല, നമ്മുടെ പൂരി നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആവുമ്പോൾ നമുക്ക് കോരി എടുത്തിട്ടുണ്ട്. ഇനി പൂരികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കാം. അത് എണ്ണയിലിട്ടിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അത് ചെയ്ത് കൊടുത്താലേ ഇതുപോലെ പൊങ്ങി വരികയുള്ളൂ. ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. നമ്മൾ ഈ പാനിപൂരി പല ഭാഗത്തും പല രീതിയിലാണ്, അതായത് പല ഫ്ലേവറിലാണ് കിട്ടുന്നത്. അതായത് ഈ ചാട്ട് മസാല യൂസ് ചെയ്യും ചില ആളുകളൊക്കെ, അതുപോലെ കടലപ്പരിപ്പ് വേവിച്ചത്, കടല വേവിച്ചത് ഒക്കെ ചേർത്തിട്ടൊക്കെ, അതുപോലെ മിക്സ്ചർ ചേർത്തിട്ട് മുകളിലിട്ട് കൊടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ബബ്ലി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മളെ പൂരി കിട്ടിയിട്ടുണ്ട്. നല്ല സൗണ്ടില്ലേ. ഇനി ഏതായാലും നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല കൂട്ടുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ വലിയ ഉള്ളിയും ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുളിയുടെ ഈ ചട്ടണി കുറച്ച് ഒറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഗ്രീൻ ചട്ടണി നമ്മൾ പൂരിയിൽ ഫില്ല് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ്. ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അതേ ഫ്ലേവറിലാണ് ഞാനിതിപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഈ പാനിപൂരി സെറ്റ് ചെയ്യണം ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ പൂരിയുടെ സെൻറ്റർ ഒന്ന് ഹോളാക്കി കൊടുക്കുക. എന്നിട്ട് ഈ പൊട്ടാറ്റോ ഫില്ല് ചെയ്യുക. അതേപോലെ വലിയ ഉള്ളിയും ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പുളിയുടെ ഈ ചട്നി ഉണ്ടല്ലോ, അത് കുറച്ച് ഒറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പച്ച ചട്നി ഉണ്ടല്ലോ, അത് നമ്മളെ പൂരി ഫുള്ളാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഈ പാനിപൂരിയുടെ റിവ്യൂ ലീനു തന്നെ പറയട്ടെ. കാരണം അവൻ കർണാടകയിൽ നിന്ന് ഒരുപാട് വിധം പാനിപൂരി കഴിച്ചതാണ്. അപ്പോൾ അവൻ തന്നെ അത് പറയും. സംഭവം ഉറങ്ങിയിരുന്നു. എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. എന്ത് നിൽക്കാനെന്താ എണീറ്റ് വരികയാണ് കേട്ടോ. ഏതാ ടേസ്റ്റ് ഒക്കെ അതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ആ, ഞാൻ ഒഴിച്ച് സെറ്റാക്കി വന്നതാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒഴിച്ച് കുടിച്ചാണ്. നോക്കി എന്ത് നമ്മള് ഊട്ടിയിൽ നിന്ന് കഴിച്ച്, അതാ കൊടൈക്കനാന്ന് കഴിച്ചത് വേറെ ടേസ്റ്റ് ഇല്ലായിരുന്നു. ഒഴിച്ചു വെക്കാൻ പാടില്ല, അങ്ങനെ മുക്കി കഴിക്കല. സാധനം കുടിക്കാറില്ല, ഇത് കുടിക്കും. ഇതുകൊണ്ട് എങ്ങനെയുണ്ട്? എന്താണ് ആ പാനിന്റെ പേര് പറയാ? ഇംലിണ്ട്, പിന്നെ നമ്മളെ പുതിന ചട്നി ഉണ്ട്, പുതിന മല്ലി, പുതിന. സത്യം പറഞ്ഞാല് ഒന്നിനെ നിർത്തണമെന്നല്ലേ, മൂന്നെണ്ണം പറഞ്ഞാൽ നമുക്ക് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. ഇതും കൂടി കാണില്ല, ഒറ്റടിക്കിടുന്നുണ്ട് വായിക്ക്. ഞാൻ മുടി വെട്ടണം, പ്രാങ്ക് എടുക്കണം. പ്രാങ്കൊന്നുമില്ല, കുറച്ചോട്ടും. എന്തത് ചുരിദാറിന്റെ കയ്യ അതിന്? ഇതോട് നിർത്ത. ഓൺലൈനിൽ നിന്നാണ് വന്നത് അത്. ഇപ്പൊ ചുരിദാറിന്റെ കയ്യിന്റെ ഇരിക്കേണ്ടത്. അത് 3/4
പെയ്ഡ് പ്രൊമോഷൻ അല്ലേ. അപ്പോൾ ഇതിനെ പറ്റി എന്താ പറയാ വെച്ചാല് കിട്ടിയ ചേട്ടന്റെ പേര് ആ എന്താണ്? പാനി. എന്ത് പാനിയും പൂരിയാണല്ലോ. പാനിപൂരി ആവില്ലേ? അതല്ല അല്ല സത്യം പറഞ്ഞ നല്ല ടേസ്റ്റ് കേട്ടോ. കാരണം ആ പാനി കുറച്ച് തണുത്തേക്ക്, അത് പാനി മുന്നേ പൂരി തണുത്തേക്ക്. പാനി ഓൾറെഡി തണുപ്പുള്ള സാധനം ഐസ് ഇട്ട് വെക്കല നമ്മളെ ബാംഗ്ലൂരിൽ അപ്പൊ തന്നെ കഴിക്കണം. അങ്ങനെ മുക്കുന്ന കഴിക്കണം. ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കണം. സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് എന്നെ ഉഷാറായിക്കണം. അൽഹംദുലില്ലാ നല്ല ടേസ്റ്റ് കേട്ടോ. മാഷാ അല്ലാഹ്. എന്നെ ശ്രദ്ധിപ്പിക്കാൻ പറയല്ലേ? സത്യം അതൊന്നല്ല, കാര്യമായിട്ട് പറയാം. പൂരി ക്രിസ്പി ഇല്ലാന്നുള്ളത് ബാക്കി വെച്ചു. കാരണം ഇവിടുന്ന് പിന്നെ എന്താ കൊടൈക്കനാന്ന് കഴിച്ച് ഒരു സുഖം കിട്ടിയില്ലല്ലോ. ടേസ്റ്റ് ഇത്ര അത് അടിപൊളി. എനിക്ക് നഷ്ടപ്പെട്ടില്ല. ചാട്ട് മസാലിന്റെ ഫ്ലേവർ രസമല്ല. പാനിന്റെ പേര് പറയേ? കൊറിയണ്ടർ പാനി. ആ എന്തല്ല അതിന്റെ പേരുണ്ട്. മീട്ടാ പാനിയും പിന്നെ മിർച്ചി പാനി വരലുണ്ട്. സാധാരണ 3 പാനീസാണ് വരല്. മിർച്ചി പാനി ഇറങ്ങാണ്ട് ഒരു എരുള്ള പാനി വരും. അല്ല മീട്ടാ പാനി ഇറങ്ങാണ്ട് ഈ ടാമറിന്റെ പാനി വരും. പുളിന്റെ ഉണ്ട്. അതാണ് ഈ ടാമറിന്റെ, അതാണ് പുളി. ഇംലിന്റെ ഒരു പാനി വരും. പിന്നെയാണ് കിട്ടാത്തത് കട്ടാമീട്ടർ. വേറെ സാധനം അന്ന് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കട്ടാമീട്ടാണ്. അപ്പൊ നോക്കാം. അപ്പൊ ഏതായാലും ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് മീ മമ്മ ഡാഡ സെബിൻ ചെറിയാക്ക് പറഞ്ഞ പോലെ പീസ് ഔട്ട്.